നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു, ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകും. പരിശുദ്ധാത്മാവ് ഇത് എന്തുദ്ദേശിച്ചാണ് പറയുന്നത്? ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കറിയാം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ ദേശക്കാർ പ്രത്യേകം ഗ്രൂപ്പാണ്. ഒരു രാജ്യക്കാർ ഒന്നിച്ചു കൂടി വേറെ രാജ്യക്കാരനെ ഒതുക്കാൻ നോക്കും. നാട്ടിൽ വരുമ്പോൾ അവർ പരസ്പരം അടിയാണെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ മൾട്ടിനാഷണൽ കമ്പനികൾ ജോലി ചെയ്യുമ്പോൾ അവരൊന്നിച്ചുകൂടി വേറൊരുത്തിനെ ഒതുക്കും. ഒരു വിശുദ്ധനെ സംബന്ധിച്ച് എവിടെ പോയാലും ഒതുക്കാൻ ആളുണ്ടെന്നുള്ളതാണ്. കാരണം അവന്റെ ശത്രു മനുഷ്യനല്ല, ഇരുട്ടിന്റെ ശക്തികളാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് വരുന്ന എതിർപ്പുകൾ നിനക്ക് നന്മയ്ക്കാണ്, നിന്റെ സ്പിരിച്വൽ മസിൽസിനെ ബലപ്പെടുത്താനാണ്. ആ ദേശത്തെ പൈശാചിക ശക്തിയെ, ഇരുട്ടിന്റെ അധികാരത്തെ വെല്ലുവിളിച്ച് ജയിച്ച് നിന്നോട് എതിർക്കുന്ന ആ മനുഷ്യരെ വിടുവിക്കാൻ ദൈവം നിന്നെ ഉപയോഗിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറയുന്നു, നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കും, പ്രകാശിച്ചേ മതിയാവൂ. കാരണം അത് യേശുവാണ്.